പിന്നെ LDF അല്ലാതെ മറ്റാരുണ്ട്? ആ മുദ്രാവാക്യം വേണ്ടത്ര ശരിയായില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തിയിട്ടുള്ളത്. അത് നമ്മുടെ ഞങ്ങൾ ഒരു ആളുകൾക്കിടയിൽ മറ്റൊരു ബോധം രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് ഈ റിവ്യൂവിലും പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. ആയുധങ്ങൾ, സമരമുറകൾ, പുതിയ കാലം, അത് വളരെ ശരിയാണ്. ഇന്നലകളുടെ തനിയാവർത്തനങ്ങൾ കൊണ്ട് ഇന്നിന്റെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യാൻ പറ്റില്ല. ഇന്നിനെ മനസ്സിലാക്കണം, ഇന്നിന് പറ്റുന്ന രൂപങ്ങൾ ആവിഷ്കരിക്കണം, ഇന്നിന് പറ്റുന്ന പാർട്ടിയായി മാറണം. എങ്കിൽ മാത്രമേ ഈ പ്രതിസന്ധി ഘട്ടത്തെ മറികടക്കാനായിട്ട് നമുക്ക് കഴിയുകയുള്ളൂ. പിന്നെ ഈ വോട്ട് മോഷണം, അത് സ്വാഭാവികമായിട്ടും SIR നമ്മൾ SIR കുറിച്ച് നമ്മുടെ സമീപനം എക്സ്ക്ലൂഷൻ ആയിരുന്നു, ഒഴിവാക്കലായിരുന്നു. പക്ഷെ കേരളം നോക്കുമ്പോൾ, അത് ഡാറ്റ അനലൈസ് ചെയ്യുമ്പോൾ അതിൽ വലതുപക്ഷത്തിന്റെ വല്ലാത്ത വോട്ടുകൾ വന്നിട്ടുണ്ട്. SIR സന്ദർഭത്തിൽ ആ രാഷ്ട്രീയ ഗൗരവത്തോടെ ഇടപെടുന്നതിൽ സംഘടനാപരമായ കുറവുകളും നമുക്ക് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇന്ത്യ മുന്നണി, എന്തായാലും ഇപ്പോ ഇന്ത്യ മുന്നണി എന്ന നിലയിൽ പാർലമെന്റിൽ സഹകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ആ ഘട്ടത്തിൽ കോൺഗ്രസിന്റെ ഈ നിലപാട് തുടർച്ചയായി തന്നെ തുറന്നു കാണിക്കാനായിട്ട് കഴിയണമെന്നാണ് കാണുന്നത്. അതുപോലെ തന്നെ സ്ത്രീകളുടെ ഇത് സുജാത പറഞ്ഞതാണ്, എണ്ണം കുറവായിരുന്നു. സുജാത പിന്നെ ഒന്ന് വളച്ചിങ്ങ് പറഞ്ഞതേ ഉള്ളൂ. എണ്ണം കുറഞ്ഞത് പാർട്ടി അഖിലേന്ത്യാ ക്യാമ്പിൽ ഇടപെട്ടിട്ടാണ് ഇത്രയും എണ്ണെങ്കിലും ആയതെന്നും റിവ്യൂ റിപ്പോർട്ടിൽ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രവർത്തനം, അത് സ്വതന്ത്രം, എല്ലാ വർഗ പൊതുജന സംഘടനകളും സ്വതന്ത്രമായിരിക്കണം, ജനാധിപത്യപരമായിരിക്കണം എന്നുള്ളത് രേഖകളിൽ മാത്രം വിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. അതിൽ പണ്ട് EMS പറഞ്ഞിരുന്നു, വേണമെങ്കിൽ പാർട്ടിക്ക് ബ്രാഞ്ച് ഉണ്ടാക്കാം, വലിയ വിവാദം ഉണ്ടായതാണ്. SFI വിദ്യാർത്ഥി സംഘടന സ്വതന്ത്രമായി പ്രവർത്തിക്കട്ടെ. അതിൽ കാലോചിതമായ മാറ്റം സംഘടനകൾക്ക് ഉണ്ടാകണം, അംഗത്വത്തിൽ ഉണ്ടാകണം, പ്രസിദ്ധീകരണങ്ങളുടെ കാര്യത്തിൽ ഉണ്ടാകണം എന്ന ചർച്ചയെല്ലാം ഇപ്പോ വന്നിട്ടുണ്ട്. ഈ എക്സ്റ്റൻഡഡ് കമ്മിറ്റി വരുമ്പോൾ കുറെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ, അഭിസംബോധന ചെയ്യാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ രണ്ട് പ്രശ്നങ്ങളാണ് ഈ ചോദ്യങ്ങൾ. ഒന്ന്, വെള്ളാപ്പള്ളി നടേശന്റെ സ്റ്റേറ്റ്മെന്റ്, അത് നേരത്തെ തന്നെ വ്യക്തമാക്കി. അത്തരം കാര്യങ്ങളിൽ നമുക്ക് ശക്തമായ നിലപാട് സ്വീകരിക്കുമെങ്കിൽ വീഴ്ച പറ്റിയിട്ടുണ്ട്, അത് പാർട്ടി വിലയിരുത്തിയിട്ടുണ്ട്. പിന്നെ ഒരു പ്രശ്നം, ഈ കമ്പ്യൂട്ടർ ചെയ്യുന്ന പോലെ പോയിട്ട് അൺഡു ചെയ്യാൻ പറ്റില്ല. ഇനി വീണ്ടും അങ്ങോട്ട് പോയിട്ട് അത് പറ്റില്ല. ഈ അനുഭവത്തിൽ നിന്ന് ഭാവിയിൽ ഇത്തരം കാര്യങ്ങളിൽ എങ്ങനെയൊക്കെ ഇടപെടണമെന്ന് ഒരു ധാരണ ഉണ്ടാക്കുക. ശബരിമലയുടെ പ്രശ്നം, അതിൽ നമ്മൾ നടപടിയെടുക്കും, അതിൽ ആ സന്ദർഭത്തിൽ തന്നെ നടപടിയെടുക്കേണ്ടതായിരുന്നു. പാർട്ടിയുടെ സംഘടനാ സാങ്കേതികത്വങ്ങളല്ല നോക്കേണ്ടിയിരുന്നതെന്നും ഇപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മറുവശം ഇപ്പൊ കണ്ടോളണം, ഒരു സ്വർണം പോലും നഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ ആളെയാണ് ഔട്ട് ഓഫ് അതിന്റെ മന്ത്രിസഭയിൽ തന്നെ കൊണ്ടുവന്നിപ്പോ ഗവൺമെന്റിന് വേണ്ടി വാദിക്കാൻ വെച്ചിട്ടുള്ളത്. ഒരു നരേറ്റീവ് സൃഷ്ടിക്കാൻ എന്തെല്ലാം തരത്തിൽ ഉണ്ട് എന്നതുകൂടി ഗൗരവമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഇതാണ്. പിന്നെ അവസാന 5 വർഷത്തിൽ കേരളം പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നല്ല പരാജയം വന്നിട്ടും പാർട്ടി എന്തുകൊണ്ട് പരിശോധിച്ചില്ല എന്നുള്ളത് തെറ്റാണ്. പരിശോധിച്ചു, മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പക്ഷേ ഈ വികസനവും അതിന്റെ ഭാഗമായി മിക്കവാറും നല്ല രീതിയിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്നൊരു ചിന്ത ഞങ്ങൾക്കും നേതൃത്വത്തിനും ഉണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ നമുക്കത് മറികടക്കാൻ കഴിയാതെ പോയി. ശ്രമങ്ങൾ വന്നെങ്കിലും മറികടക്കാൻ കഴിയാതെ പോയി എന്നാണ് കണ്ടിട്ടുള്ളത്.